നമ്മളൊരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ് നടത്തുന്നത്. പ്ലസ് വണ്ണിലെ ടോപ്പിക്സുകളിലെ എല്ലാം തന്നെ നമ്മൾ ഒരു ക്വിക്കായിട്ട് റിവിഷൻ നടത്തി പോവാണ്. അപ്പൊ അതിലൊരു ചാപ്റ്റർ വൈസ് നിങ്ങൾ എങ്ങനെയാണ് ഏതൊക്കെ പോയിന്റാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഫിസിക്കൽ വേൾഡ്. ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ ചാപ്റ്റർ. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് വളരെ കുറച്ച് മാർക്ക് ഇതിന് വരാറുള്ളൂ, ഒന്നോ അല്ലെങ്കിൽ മാക്സിമം 2 മാർക്ക് വരാറുള്ളൂ. അതില് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗമാണ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഈ ഒരു പോയിന്റ് ആണ് അതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ്. അതില് 4 ഫോഴ്സസ്. ആദ്യത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് തുടങ്ങി ഓർഡറിൽ താഴേക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സിലേക്കാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊരു പക്ഷെ അറേഞ്ച് ചെയ്യാൻ വരാം, അസെൻഡിങ് ഓർഡർ ഓഫ് സ്ട്രെങ്ത്തിൽ അറേഞ്ച് ചെയ്യാൻ വരാം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വരാം. അല്ലെങ്കിൽ ഇതിൽ ചോദിക്കുന്ന പോയിന്റ്സ് ആണ് ഇതിൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്, ഈ സ്ട്രോങ് എന്ന് ഒരു പക്ഷെ ക്വസ്റ്റ്യനിൽ തരില്ല, ന്യൂക്ലിയർ ഫോഴ്സ് മാത്രം തന്നിട്ടുണ്ടാവുള്ളൂ. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞപ്പോ ഏതാണ്? ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ വേറെ ചില പ്രത്യേകതകളാണ്, അത് എല്ലായ്പ്പോഴും അട്രാക്റ്റീവ് ആണ്. ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളെ ഒക്കെ ഇണക്കി നിർത്തുന്നതാണ്. വളരെ ലോങ് റേഞ്ചിലേക്ക് വരെ ഇൻഫിനിറ്റ് റേഞ്ച് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനുള്ളത്. ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആണെങ്കിലും അത് ഏതിനകത്താണ്? ന്യൂക്ലിയസിനകത്താണ്. അപ്പൊ അത് ഷോർട്ട് റേഞ്ച് ആണ്. ന്യൂക്ലിയസിന്റെ അത്രയും ഉള്ളിൽ മാത്രമാണ് അത് നിലനിൽക്കുന്നത്. അത് ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. ഓർത്തു വയ്ക്കാൻ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണല്ലോ. പോസിറ്റീവ് ചാർജ് ഉള്ളതും ചാർജ് ലെസ് ആയിട്ടുള്ള ന്യൂട്രോൺസും. അവയെ ഒരുമിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്ത് ചാർജുകളെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ഫോഴ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് എ ചാർജ് ഇൻഡിപെൻഡന്റ് ഫോഴ്സ്. അടുത്ത വീക്ക് ഫോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാറുള്ളതാണ്. ബീറ്റ ഡികെയിൽ കാണപ്പെടുന്ന ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് നിങ്ങൾ എല്ലാവരും പരിചയമുള്ളതാണ്. പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് അല്ലെങ്കിൽ നോർത്ത് പോൾ സൗത്ത് പോൾ അങ്ങനെ മാഗ്നറ്റിക് പോൾസിന് ഇടയിലൊക്കെ ഉണ്ടാവുന്ന ഫോഴ്സിനെയാണ് ജനറലി ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയത്. നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. രണ്ടാമത്തെ യൂണിറ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റില് 5 മാർക്കോളം വരാം. പരീക്ഷയ്ക്ക് 5 മാർക്കോളം ക്വസ്റ്റ്യൻസ് ഈ യൂണിറ്റിൽ നിന്ന് വരാം. അതിലെ ആദ്യത്തെ പോയിന്റ് ആണ് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാം. അടുത്തത് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്. 4 സിസ്റ്റംസ് നമ്മൾ പഠിച്ചത്. അതില് FPS, CGS, MKS, ഇതൊന്നും കൂടാതെ SI വളരെ ഇമ്പോർട്ടന്റ് ആണ്. SI യൂണിറ്റ്സിൽ 7 ബേസിക് യൂണിറ്റ്സും 2 സപ്ലിമെന്ററി യൂണിറ്റ്സും ഉണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, റെഗുലർ ആയിട്ട് ചോദിക്കാറുണ്ട്. അടുത്തത് അതുപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ലാർജ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആൻഡ് സ്മോൾ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. ഇതിൽ നിന്നും പെടാത്ത അതർ യൂണിറ്റ്സ്, ആസ്ട്രോണമിക്കൽ യൂണിറ്റും ലൈറ്റ് ഇയർ, പാഴ്സെക്, അതുപോലെ ആംസ്ട്രം, ഇതൊക്കെ ഒന്ന് ഇതിന്റെ വാല്യൂസും പഠിച്ചു വെക്കാം. ദെൻ നെക്സ്റ്റ് ഈസ് ഡയമെൻഷണൽ അനാലിസിസ്. ഇതിൽ നിന്നാണ് കുറച്ചും കൂടിയും മാർക്ക് കൂടുതലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അത് ഒരു എന്തായാലും അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയമെൻഷൻസ് എന്താണ്, അതിന്റെ അപ്ലിക്കേഷൻസ് എന്താണ്. ഇതില് ഒരു ചോദ്യം വരുന്നതാണ്. ഇതില് ഇങ്ങനെ ഏതെങ്കിലും ഒരു വെലോസിറ്റി ഈക്വൽ ടു AT² പ്ലസ് BT പ്ലസ് C എന്ന് തന്നിട്ട് ഇതിലെ എയും ബിയും സിയും ഒക്കെ കാണാനായിട്ട്. ഇതാണ് ഒരു ആപ്ലിക്കേഷൻ. മറ്റൊന്ന് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുടെ ആപ്ലിക്കേഷൻസ് ആണ് ബാക്കി 3. അതായത് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. അപ്പൊ ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുക. അത് എന്തുപയോഗിച്ചിട്ട്? അതിന്റെ പ്രിൻസിപ്പിളിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. അപ്പോ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ ചെക്ക് ചെയ്യാൻ, അത് പലവട്ടം വന്നിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. പിന്നെ അടുത്ത ഒരു കാര്യമാണ് ആപ്ലിക്കേഷൻ ആണ് ഇതിലത്തെ ഒരു
reduction of an equation. ഒരു ഇക്വേഷൻ കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ t is equal to 2 pi root lg എന്നുള്ള ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യാം. അപ്പൊ അത് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് ഫ്രം one system to another. ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത്. ഇതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ ഉള്ളത് ഈ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഡയറക്ട്ലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഫൈൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് ദ ലോ ഓഫ് ഹോമോജിനിറ്റി എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതുപോലെ ഈ ഇക്വേഷൻ ഇത് വളരെ കുറച്ച് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ളൂ, എങ്കിലും അത് എക്സാം പോയിന്റിൽ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അടുത്ത പോയിന്റ് ആണ് എറേഴ്സ്. എറേഴ്സിൽ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. അതില് റെഗുലർ ആയി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മീൻ എറർ, മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെന്റേജ് എറർ. ഇങ്ങനെ എററുകൾ കാണാനായിട്ട് കുറെ ഒബ്സർവേഷൻ വാല്യൂസ് തന്നിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ കാണുന്ന വേറെ ഒന്നാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് x is equal to a square b cube by root c ഇങ്ങനെ തന്നിട്ട് ഈ ഓരോ ക്വാണ്ടിറ്റിയുടെയും എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ പെർസെന്റേജ് എറർ തന്നിട്ട് എക്സിന്റെ പെർസെന്റേജ് എറർ എത്രയാണെന്ന് ചോദിക്കാം. എക്സിന്റെ പെർസെന്റേജ് എറർ എത്രയാണെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. അതുപോലെ അഡീഷനിലോ മൾട്ടിപ്ലിക്കേഷനിലോ ഒക്കെ തന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു വോളിയം കാണുമ്പോൾ എത്രയാണ്. പിന്നെ അതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ള ഒന്നാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അതിന്റെ എണ്ണം, അതിന്റെ റൂൾസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു തന്ന വാല്യൂവിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് വളരെ എളുപ്പം നിങ്ങൾക്ക് കണ്ടുപിടിച്ച് വെക്കാൻ പറ്റും. തേർഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതില് ഏകദേശം ഒരു 6 മാർക്കോളം മാർക്കിലുള്ള ചോദ്യങ്ങൾ വരാം. അതിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റ് ആണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ് ഡിഫറൻസ് ചോദിക്കാം. അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രോബ്ലംസ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ ചില കാര്യങ്ങൾ, ഇപ്പൊ സർക്കുലർ മോഷനിൽ ഉള്ള ഒരു വസ്തു ഹാഫ് സെമി സർക്കിൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ എയിൽ നിന്ന് ബിയിൽ എത്താനുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആ മുഴുവൻ സർക്കിളും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എത്രയാണ് ഡിസ്റ്റൻസ്, എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിക്കാം. അപ്പോ ഇതില് നമുക്കറിയാം ഒരു സർക്കിളിന്റെ ഒരു പോയിന്റ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0യും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr ഒക്കെയാണെന്ന് ഉള്ളത്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് വെലോസിറ്റി, അടുത്ത പോയിന്റ്. സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ്. സ്പീഡ് സ്കേലർ ആണ്, വെലോസിറ്റി വെക്ടർ ആണ്. അത് വെച്ചും ചില അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അടുത്തതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെലോസിറ്റി. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെലോസിറ്റി മീൻസ് യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി, instantaneous velocity, average velocity. അപ്പൊ ഇത്രയും ഫോംസ്, ഡിഫറെന്റ് ഫോംസ് ഉള്ളതില് അതിനെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുക. ഏറ്റവും കൂടുതൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. അതില് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ള ചോദ്യമാണ് സ്പീഡോമീറ്റർ കാണിക്കുന്നത് ഏത് തരം വെലോസിറ്റിയാണ്, ഏതാണ് ഇൻസ്റ്റന്റേനിയസ്. ആ ഇൻസ്റ്റന്റിൽ കിട്ടുന്ന വെലോസിറ്റിയാണ് നമുക്ക് സ്പീഡോമീറ്ററിലൂടെ കാണുന്നത്. നെക്സ്റ്റ് ഈസ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ആ ഫോർമുലയും അത് അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസും അതിൽ വരാറുണ്ട്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് ഈസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇന്റർവെൽ. പിന്നെ അടുത്ത പോയിന്റ് ആണ് ആക്സിലറേറ്റഡ് മോഷൻ. ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഭാഗം. അതിൽ വരുന്നതാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ആക്സിലറേറ്റഡ് മോഷനിലുള്ള വസ്തുവിന്റെ ഇക്വേഷൻസ് 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. v ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതിന്റെ ഡെറിവേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫ് വെച്ചുകൊണ്ടും അല്ലാതെയും നമുക്ക് ഡിറൈവ് ചെയ്യാം. ആ മെത്തേഡുകൾ എന്തായാലും എഴുതി പഠിച്ചിരിക്കണം. അടുത്താണ് ഗ്രാഫുകള്. ഗ്രാഫുകള് പലതരം ഗ്രാഫ് ഉണ്ട്.
പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് ഓടിച്ചു നോക്കണം. അത് കൂടാതെ അതില് വെലോസിറ്റി ടൈം ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ ആ ഗ്രാഫിൽ തന്നിരിക്കുന്ന റീഡിങ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ. നെക്സ്റ്റ് ഈസ് റിലേറ്റീവ് വെലോസിറ്റി. എന്താ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. അതിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പൊ അതിന്റെ ഫോർമുല അതുമായി റിലേറ്റഡ് ആയിട്ട് കുറെ പ്രോബ്ലംസ് വരാറുണ്ട് അല്ലെ. മങ്കി റണ്ണിങ് ഓൺ എ ട്രെയിൻ, അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇത്രയാണ് തേർഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഫോർത്ത് ചാപ്റ്റർ ആണ് മോഷൻ ഇൻ എ പ്ലെയിൻ. അതിൽ നിന്നും ഏകദേശം 6 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പൊ അതിലെ പോയിന്റ്സ് ആദ്യം തന്നെ വെക്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ വെക്ടേഴ്സ് ആണ് ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നേക്കാൾ കൂടുതൽ വെക്ടേഴ്സ് ആണ് ഇതില് മെജോറിറ്റി ഭാഗത്ത് വന്നിട്ടുള്ളത്. വെക്ടേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. എന്താ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ ഒരുപാട് ഈക്വൽ വെക്ടേഴ്സ്, സീറോ വെക്ടേഴ്സ്, നൾ വെക്ടേഴ്സ് അല്ലെ. സീറോ വെക്ടേഴ്സിന് വേറെ പറയുന്ന പേരാണ് നൾ വെക്ടേഴ്സ്, യൂണിറ്റ് വെക്ടേഴ്സ്. ഇങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കുക. അടുത്തതാണ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്. അതിന് പല ലോസ്, അഡീഷൻ നമ്മൾ പല ലോസ് പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആൻഡ് പാരലോഗ്രാം ലോ. ഈ 2 ലോകളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇതിന്റെ ഒരു ഡയഗ്രാം ഒക്കെ വരച്ച് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇത് ഒന്നുകൂടി ഇവിടെ വരച്ച് കാണിക്കുന്നത്, ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്രാം വരച്ചിട്ട് വേണം വെക്ടേഴ്സിന്റെ അഡീഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ. ഇതാണ് 2 വെക്ടേഴ്സ് എങ്കിൽ, എയും ബിയും എങ്കിൽ, അത് ഉപയോഗിച്ചൊരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്താൽ ഇതിന്റെ ഈ ഡയഗണൽ ആണ് റിസൾട്ടന്റ് ആയിട്ട് കിട്ടുക. ഇതിന്റെ തമ്മിലുള്ള ആംഗിള് തീറ്റയാണെങ്കിൽ ഇതിന് നമുക്ക് കിട്ടുന്ന ആ റിസൾട്ട് ഡിറൈവ് ചെയ്തെടുത്ത് കിട്ടുന്ന ഫോർമുല √(a² + b² + 2ab cos θ. ഇങ്ങനെ നമുക്ക് ഈ റിസൾട്ടന്റ് ആയിട്ടുള്ള വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. അതുപോലെ ഇതിന്റെ എത്രയാണ് ഇതിന്റെ ഡയറക്ഷൻ എന്ന് ഈ ഒരു ആൽഫ എന്ന ആംഗിൾ വെച്ചിട്ടാണ് പറയാ, അതും കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇത് ഡെറിവേഷൻ എഴുതി തന്നെ പഠിക്കാം. ഇതിന് വേണമെങ്കിൽ ഒരു 2 സ്റ്റാർ കൊടുക്കാം, അത് എഴുതി പഠിക്കണം. അടുത്തത് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ. ഒരു വെക്ടർ ഒരു നിശ്ചിത ആംഗിളിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഒക്കെ നമ്മൾ എങ്ങനെ കമ്പോണൻസ് എഴുതും, ഇതിനെയാണ് കമ്പോണൻസ് പറയാ. ഇങ്ങനെ റിസോൾവ് ചെയ്യുന്നത്. ഇപ്പൊ വെക്ടർ ആർ ആണെങ്കിൽ ഇവിടെ തീറ്റ ആണെങ്കിൽ ഇത് ആർ കോസ് തീറ്റ, ഇവിടെയുള്ളത് ആർ സൈൻ തീറ്റ. ഇങ്ങനെ റിസോൾവ് ചെയ്യുന്നതിനെയാണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയാ. അടുത്തത് വരുന്നതാണ് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന ഭാഗത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പ്രൊജക്ടൈൽ മോഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ പാത്ത് എന്താണ്, അപ്പൊ വരച്ചു കാണിക്കുക. പ്രൊജക്ടൈൽ എങ്ങനെയാണ് പോകുന്നത്, ഈ പാത്തിന് പറയുന്ന പേരെന്താണ്, പാരബോള. അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ ഇതിൽ വരുന്ന മെയിൻ പോയിന്റ്സ് ആണ് ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷൻ പഠിച്ചേ പറ്റൂ. അതിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് വരുമെന്ന് നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻസ് ഓഫ് ടൈം ഓഫ് ലൈറ്റ്, മാക്സിമം ഹൈറ്റ് ആൻഡ് റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ. അപ്പൊ ഇത് പ്രൊജക്ടൈൽ മോഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഈ പാഠത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാവുന്നത് പ്രൊജക്ടൈൽ മോഷൻ ആണ്. മാക്സിമം റേഞ്ച് വരുന്നത് എപ്പോഴാണ്, ഒരു ജാവലിൻ ത്രോയ്ക്ക് അത്ര ആംഗിളിൽ എറിയുമ്പോഴാണ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഓർത്തു വെക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഈ ഡെറിവേഷൻ നന്നായി എഴുതി തന്നെ പഠിക്കണം. അടുത്തതാണ് സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷനിൽ ഇതിൽ കൂടുതലായിട്ട് വരുന്നത് മോഷനിലുള്ള വസ്തുവിന്റെ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ കുറിച്ചും അതിന്റെ ഇക്വേഷൻസിനെ കുറിച്ചൊക്കെയാണ്. 5th ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് 7 മാർക്ക് വരെ വരാവുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ ആദ്യത്തെ ആണ് ന്യൂട്ടൺസ് ലോസ്. ന്യൂട്ടന്റെ 3 നിയമങ്ങൾ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഈ 3 നിയമങ്ങളും ഡെഫിനിഷൻ ഷുവർ ആയിട്ടും പഠിച്ചിരിക്കണം. കാരണം ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു കാര്യമാണിത്. ഫിസിക്സിൽ സാധാരണ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറെങ്കിലും
ചില ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ചോദിക്കാം. അതിലൊന്നാണ് സ്റ്റേറ്റ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ സെക്കൻഡ് ലോ അല്ലെങ്കിൽ തേർഡ് ലോ. അപ്പൊ അത് 3 നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. ആപ്ലിക്കേഷൻ ആവുമ്പോഴേ നമുക്ക് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമുള്ളൂ. ഇതുപോലെ ലോസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വിട്ടുകളയരുത്. പിന്നെ അടുത്ത പോയിന്റ് ആണ് മൊമെന്റം ആൻഡ് ഇമ്പൾസ്. ഇതിൽ നമുക്ക് ഒരു കാര്യമുള്ള ഇതാണ്, ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ് എന്നൊരു ഫാക്ടറാണ്. അതവിടെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത പോയിന്റ് ആണ് അപ്പാരന്റ് വെയിറ്റ് ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്. ഒരു ലിഫ്റ്റിൽ ഇരിക്കുമ്പോ ആ വസ്തു ആക്സിലറേറ്റഡ് മോഷനിൽ ലിഫ്റ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ താഴേക്ക് വരുമ്പോഴൊക്കെ അതിന്റെ വെയിറ്റിൽ മാറ്റം വരുന്നു. ശരിയായ വെയിറ്റിൽ നിന്ന് ഒരു മാറ്റം വരുന്നു. അതാണ് അവിടെ പറയുന്നത്. ലിഫ്റ്റ് കേബിൾ പൊട്ടിപ്പോകുമ്പോൾ അതൊരു ഫ്രീലി ഫോളിംഗ് ബോഡി പോലെ ആക്ട് ചെയ്യുന്നതും അതിന്റെ വെയിറ്റ് എന്തായിരിക്കും 0 ആയി മാറുന്നതായിട്ട് കാണപ്പെടുന്നു. അപ്പൊ ഇതാണ് അടുത്ത പോയിന്റ്. ഫ്രിക്ഷൻ ആണ് അടുത്ത പോയിന്റ്. 4ാമത്തെ പോയിന്റ് ഫ്രിക്ഷൻ. ഫ്രിക്ഷനില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയി നോക്കേണ്ട പോയിന്റ്സ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റീപോസ്, അതിന്റെ ഫ്രിക്ഷന്റെ ലോ, സ്റ്റാറ്റിക് ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ, അത് കാണിക്കുന്ന ഒരു ഗ്രാഫ്. ഇതൊക്കെ അതിൽ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ അടുത്തതാണ് മോഷൻ അലോങ് എ കർവ്ഡ് സർഫസ്. കർവ്ഡ് സർഫസ് വളഞ്ഞ ഒരു വഴി കൂടെ ഏതെങ്കിലും വാഹനങ്ങൾ പോകുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിന് എത്ര സ്പീഡിൽ പോകാം എന്നൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ ഈ കർവ്ഡ് റോഡ് എന്ന് പറയുന്നത് ഒരു പക്ഷെ പ്ലെയിൻ സർഫസ് ആവാം, അല്ലെങ്കിൽ അതിന്റെ ഒരു എഡ്ജിനേക്കാൾ മറ്റൊരു എഡ്ജ് ഉയർത്തി പണിത ബാങ്ക്ഡ് സർഫസ് ആവാം. ആ ബാങ്ക്ഡ് സർഫസ് കൊടുക്കുന്നത് കുറച്ചും കൂടി സ്പീഡിൽ ഈ വളവുകളിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളിലും എത്ര സ്പീഡിൽ മാക്സിമം ഒരു വെഹിക്കിൾ പോകാം എന്ന് കാണിക്കുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ 2 ഇക്വേഷൻസിന്റെ ഡെറിവേഷനും ഫിഗറും മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ഉറപ്പായിട്ടും അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുള്ളതാണ്. 6th ചാപ്റ്റർ വർക്ക്, എനർജി ആൻഡ് പവർ. ഈ പേരിൽ പറഞ്ഞ പോലെ ഇത് വർക്കും എനർജിയും പവറും ആണ് കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു 7 മാർക്കോളം ചോദിക്കാവുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ ആദ്യത്തെ ആണ് ടൈപ്സ് ഓഫ് വർക്ക്. വർക്കിന്റെ നമ്മൾ പഠിച്ച ഫോർമുല F×S എന്നാണെങ്കിലും ഇവിടെ നമ്മൾ പഠിക്കുന്നത് വർക്ക് ഈക്വൽ ടു F.S, വെക്ടർ F.S. ഡോട്ട് പ്രോഡക്റ്റ് അഥവാ സ്കാലർ പ്രോഡക്റ്റ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് വർക്ക് ഒരു സ്കാലർ ക്വാണ്ടിറ്റി ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, Fs cos തീറ്റ. ഈ തീറ്റയുടെ വില അനുസരിച്ച്, തീറ്റയ്ക്ക് കൊടുക്കുന്ന വില അനുസരിച്ച് നമുക്ക് നെഗറ്റീവും പോസിറ്റീവും 0യും ആയ വർക്കുകൾ നമുക്ക് കിട്ടും. അതിന്റെയൊക്കെ എക്സാമ്പിൾസ് അതെങ്ങനെ വരുന്നുവെന്നും അതിന്റെയൊക്കെ എക്സാമ്പിൾസും നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ 2ാമത്തെ പോയിന്റ് ആണ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ 12mv² ആണ്. നീങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കുള്ള എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി 2 തരം വരാം. ഒന്ന് അതിന്റെ അവസ്ഥ, ഉയരത്തിലിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ mgh എന്നും, സ്ട്രെയിനിലിരിക്കുന്ന, അപ്പൊ ഒരു സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറുക്കി വെച്ച ഒരു സ്പ്രിങ്, അതിന്റെ ഒരു അവസ്ഥ, അത് 12kx² എന്നുള്ള ഇക്വേഷൻ. 3 ഇക്വേഷനും ഡിറൈവ് ചെയ്യുന്നത് ഇവിടെ വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അടുത്ത പോയിന്റ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമുക്കറിയാം എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ. അത് ഇവിടെ പ്രൂവ് ചെയ്യലാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അത് പലവട്ടം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതില് ഒന്നാണ് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി. ഇപ്പൊ എയിൽ നിന്ന് ഒരു ഗ്രൗണ്ടിൽ ഇരിക്കുന്ന, ആ ഗ്രൗണ്ടിന്റെ നിരപ്പിലേക്ക് വീഴുന്ന ഒരു വസ്തു. ഇതില് എ എന്നും ബി എന്നും ഇപ്പൊ ഈ 2 പോയിന്റ്സും അതുപോലെ കൂടാതെ ഇടയിൽ ഒരു പോയിന്റ് എടുത്തിട്ട് എയിലും ബിയിലും സിയിലും ഒക്കെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു പ്രൂഫ്, ആ ഒരു ഡെറിവേഷൻ നിങ്ങൾ എന്തായാലും എഴുതി പഠിച്ചിരിക്കണം. അതുപോലെ ഇതിന് കിട്ടുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിനെയും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഗ്രാഫ്. അത് വരച്ചു നോക്കണം. സ്പ്രിങ്ങിനും അതുപോലെ ഒരു ഗ്രാഫ് ഉണ്ട്, അതും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഈസ് പവർ. പവറിന്റെ ഇക്വേഷൻ വർക്ക് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലമോ അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ്സോ ഒക്കെയാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ലാസ്റ്റ് പോയിന്റ് ആണ് കൊളീഷൻ. കൊളീഷന്റെ 2 ഡിഫറെന്റ് ടൈപ്സ്, ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻസ്, അതിന്റെ എക്സാമ്പിൾസ്. 7th ചാപ്റ്റർ ആണ്. നമ്മുടെ വലിയൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ അതിനെ റൊട്ടേഷണൽ മോഷൻ എന്ന് വിളിക്കാം. 7th ചാപ്റ്റർ അതാണ് കുട്ടികൾക്ക് കുറച്ചും കൂടി ടഫായിട്ട് തോന്നുന്നത്. പക്ഷെ അതിലെ പോയിന്റ്സ് കൃത്യമായിട്ട് നോക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വിഷമമൊന്നുമില്ല. അതിലൊരു ഏകദേശം 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്.
അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് എവിടെയാണ് ഒരു വസ്തുവിന്റെ അതിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് ഈസ് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. റൊട്ടേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് വിളിക്കുക. അപ്പോൾ അത് അതിന്റെ ഇക്വേഷൻ അത് പഠിച്ചു വെക്കുക. അതുപോലെ ആംഗുലർ മൊമെന്റം ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ആംഗുലർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആംഗുലർ മൊമെന്റത്തിന് എല്ലാമാണ് കൊടുക്കുന്നത്. അപ്പൊ ആംഗുലർ മൊമെന്റം ഇത് വെച്ചിട്ട് ഒരുപാട് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഒരു സർക്കസിലുള്ള ആള് കൈ നിർത്തി വെച്ചിട്ട് തിരിയുമ്പോഴാണോ അതോ കൈ മുകളിലേക്ക് വെച്ച് തിരിയുമ്പോഴാണോ നമുക്ക് കൂടുതൽ ആംഗുലർ മൊമെന്റം ഉണ്ടാവുക? ഏറ്റവും അത് ആംഗുലർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ അതിന്റെ അപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആംഗുലർ മൊമെന്റം ഇതില് ആ ചോദ്യങ്ങളൊന്ന് നന്നായി ശ്രദ്ധിക്കുക. മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് അടുത്ത പോയിന്റ്. നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്ന ലോസ് ഓഫ് മോഷനിലെ ക്വാണ്ടിറ്റിക്ക് ഒരു ഇഫക്റ്റീവ് ആയിട്ട് വരുന്നതാണ് ഇവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും ഉപയോഗിച്ചിട്ട് ഡിഫറെന്റ് ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക. കറങ്ങുന്ന വസ്തുക്കൾക്കുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും. ഈ രണ്ട് തിയറും ഒരു ലോസ് ഓഫ് മോഷൻ പറഞ്ഞ പോലെ ഇവിടെ ഈ ലോസ് അല്ലെങ്കിൽ ഈ തിയറംസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇത് രണ്ടും ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഷുവർ ആയിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. ആ സ്റ്റേറ്റ്മെന്റ്, ഫിഗർ ആൻഡ് ഇക്വേഷൻ ഈ മൂന്നും ഇതിന്റെ ഈ രണ്ട് തിയറത്തിന്റെയും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ഇതിനെ നമുക്കൊരു എത്ര സ്റ്റാർ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അതായത് ഓർത്ത് വെക്കാൻ ഇത് എന്തായാലും പഠിക്കണം. ഇതിൽ നിന്ന് കൂടാതെ ഇതിൽ നിന്ന് വരുന്നതാണ് ഇതിന്റെ അപ്ലിക്കേഷൻസ്. ഇതിന്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ് കൂടുതലായി ചോദിച്ചു കണ്ടിട്ടുള്ളത് റിങ്, ഡിസ്ക്, അതുപോലെ സ്ഫിയർ. വേറെയും ഒബ്ജക്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റെക്ടാങ്കുലർ ആയിട്ടുള്ളൊരു ബോഡി അല്ലെ. അങ്ങനത്തെ കൂടാതെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് റിങ്, ഡിസ്ക്, സ്ഫിയറിന്റെ ഒക്കെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അത് പല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ഇക്വേഷൻസ് കണ്ടെത്താം. അപ്പൊ ഇതും പഠിച്ചു വെക്കാം. ദെൻ നെക്സ്റ്റ് ഈസ് റോളിംഗ് മോഷൻ. റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു സ്ഫിയറോ അല്ലെങ്കിൽ ഒരു സിലിണ്ടറോ ഒക്കെ ഉരുളുമ്പോ അതിൽ രണ്ട് തരം മോഷൻസ് വരുന്നുണ്ട്, ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ. ആ രണ്ട് മോഷൻസും കൂടി അതിന് കൊടുക്കുന്ന കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അത് പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ 8th ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ. അതിലൊരു 7 മാർക്കിന്റെ വരെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതില് ഏറ്റവും ആദ്യത്തെ പോയിന്റ് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, F=G(m1m2)/r² എന്നുള്ള ഇക്വേഷൻ. അതിൽ നിന്ന് നിങ്ങൾക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G, സ്മോൾ ലെറ്റർ G എന്നുള്ള വാല്യൂ അതിന്റെ ഇക്വേഷൻ കണ്ടെത്തുക. അതുപോലെ അതിന്റെ ഡെഫിനിഷൻ, അത് എർത്തിന്റെ സെന്ററിൽ എത്രയായിരിക്കും, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ് അടുത്ത പോയിന്റ്. നെക്സ്റ്റ് ഈസ് വേരിയേഷൻ ഓഫ് G. ജിക്ക് എന്ത് സംഭവിക്കുന്നു? ജി കൂടുന്നു, കുറയുന്നു, അതോ 0 ആവുന്നു, അത് എപ്പോഴൊക്കെയാണ്? അങ്ങനെയുള്ള വേരിയേഷൻസ് കാണിക്കുന്ന ഈ പോയിന്റ് ആണ് ഇതിൽ വളരെയധികം ഡെറിവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതുപോലെ ഇതിലൊരു ഗ്രാഫും ഉണ്ട്. ആ ഗ്രാഫും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇത് പലതരത്തിൽ വേരിയേഷൻ ആവാം. ഒന്ന് ജി വിത്ത് ഷേപ്പ് ഓഫ് എർത്തിന്റെ ഷേപ്പ് കാരണം, അതുപോലെ അത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച്, ജി വിത്ത് ആൾട്ടിറ്റ്യൂഡ്, ഉള്ളിലേക്ക് കുഴിച്ചു പോകുമ്പോൾ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച്, പിന്നെ അതിന്റെ റൊട്ടേഷൻ അനുസരിച്ച്, ഇങ്ങനെ പല രീതിയിലും ജിയുടെ വാല്യൂല് വ്യത്യാസം വരാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഇതിലെ ഇത് രണ്ടും കൂടിയിട്ടുള്ള ഇതിൽ ഭാഗത്താണ് ഗ്രാഫ് വരുന്നത്. ആ ഗ്രാഫ് വരച്ച് നോക്കണം. കാരണം ഗ്രാഫ് തന്നിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഗ്രാഫ് വരയ്ക്കാൻ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്ന വാല്യൂന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യല്. ഒരു വസ്തുവിനെ ഭൂമിയിൽ നിന്ന് പ്രൊജക്ട് ചെയ്താൽ അത് എത്ര വെലോസിറ്റിയോട് കൂടിയാണെങ്കിലാണ് ഭൂമിയുടെ അട്രാക്ഷനിൽ നിന്ന് രക്ഷപ്പെടുക. അതിനാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ചന്ദ്രനില് അറ്റ്മോസ്ഫിയറിൽ ഇല്ലാത്തത്? ഭൂമിക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ട്, എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അതുപോലെ ഒരു ആനയെയും ഉറുമ്പിനെയും
പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതിനാണ് കൂടുതൽ എസ്കേപ്പ് വെലോസിറ്റി ഉണ്ടാവുക? ഏതിനാണ് ഉണ്ടാവുക? അത് രണ്ടിനും ഒരേ എസ്കേപ്പ് വെലോസിറ്റിയാണ് വേണ്ടത് ഇതിനെ എസ്കേപ്പ് ചെയ്യാൻ, അല്ലെ? അപ്പൊ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് എർത്തിന് ചുറ്റും കറങ്ങുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന് ചുറ്റും കറങ്ങുന്ന വസ്തുക്കൾക്ക്, ഓർബിറ്റ് ചെയ്യുന്ന വസ്തുക്കൾക്കുള്ള വെലോസിറ്റിയാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് റിലേഷൻ ബിറ്റ്വീൻ, അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, റിലേഷൻ ബിറ്റ്വീൻ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. അതും ഒന്ന് എഴുതി നോക്കുക. നെക്സ്റ്റ് സാറ്റലൈറ്റ്സ്, പലതരം സാറ്റലൈറ്റ്സ്, ജിയോ സ്റ്റേഷനറി, പോളാർ ആൻഡ് എക്സാമ്പിൾസ്. പിന്നെ എനർജി ഓഫ് എ സാറ്റലൈറ്റ്, ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തതാണ് കെപ്ലേഴ്സ് ലോ. കെപ്ലേഴ്സ് ലോ 3 ലോസ് ഉണ്ട്. ആ 3 ലോവും നോക്കുക. അപ്പോ ഇതാണ് നമ്മുടെ +1 ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ള 8 ചാപ്റ്റേഴ്സ്. അപ്പൊ അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് അതിന്റെ റിവിഷൻ, ക്വിക്ക് റിവിഷൻ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.